ഹായ് ഡിയേഴ്സ്, എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ മുത്തുമണികളെ, ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഇഫ ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പം ഞാൻ അതിനായിട്ട് ഇവിടെ എടുത്തിട്ടുള്ള ചെറിയ ചെറിയ പീസായിട്ടുള്ള ചിക്കനാണ് കേട്ടോ. അതിനോടാണ് എനിക്ക് താല്പര്യം, അതുകൊണ്ടാണ് ഞാൻ ചെറിയ പീസായിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുള്ളത്. വലിയ പീസായിട്ടുള്ള ചിക്കൻ എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ. കാണാനൊക്കെ ഭംഗി അതായിരിക്കും, പക്ഷേ കഴിക്കാനൊക്കെ കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ടുള്ളത് ചെറിയ ചിക്കനായിട്ട് എടുക്കുമ്പോഴായിരിക്കും കേട്ടോ. ഒരുപാട് തൂക്കം കൂടുതലില്ലാത്ത, തൂക്കം കുറവുള്ള ചിക്കൻ എടുക്കുക. എന്നിട്ട് ചിക്കൻ അടിച്ചെടുക്കുന്ന ഹാമറോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു തവിയോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചടിച്ച് കൊടുക്കുക. ശേഷം ഇതുപോലെ ഒരു ഫോർക്കോ കത്തിയോ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക കൂടി ചെയ്യണേ. അപ്പോഴാണ് മസാലയൊക്കെ ഉള്ളിലേക്ക് നല്ലോണം പിടിച്ച് നമ്മുടെ ചിക്കൻ നല്ല ടേസ്റ്റി ആയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടുക. അപ്പോൾ ചിക്കനൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സാധാ മുളക് പൊടിയാണെങ്കിൽ എരിവ് നോക്കി മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. 3 ടേബിൾ സ്പൂൺ എടുക്കരുത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 3/4 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുള്ളത്. അധികം പുളിയില്ലാത്ത തൈരായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുമ്പോൾ നോക്കി മാത്രം ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. തൈര്, നാരങ്ങനീര്, ഉപ്പ് ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കരുത്. നമ്മളിതുപോലെ മസാല എല്ലാം കൈകൊണ്ട് കുഴച്ച് മിക്സാക്കി എടുത്ത ശേഷം ടേസ്റ്റ് നോക്കിയിട്ട് പോരാ എന്നും തോന്നുന്നുണ്ടെങ്കിൽ മാത്രം വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിതപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അതൊക്കെ കൂട്ടിയിട്ട് വീണ്ടും കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ച് ചിക്കനിലേക്ക് ഈ മസാല നന്നായിട്ട് പിടിച്ച് കിട്ടുന്ന വിധത്തിൽ നല്ലപോലെ ഒന്ന് മിക്സാക്കി കുഴച്ചെടുക്കണം. നല്ലപോലെ ഒന്ന് മിക്സാക്കി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ നിങ്ങൾക്ക് സമയമുണ്ട്, ക്ഷമയുണ്ട് എന്നുണ്ടെങ്കിൽ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റായിട്ടും മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ടും കിട്ടും. ഒട്ടും സമയമില്ല എന്നുണ്ടെങ്കിലും ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ ഇതുപോലെ നമ്മൾ മാരിനേറ്റ് ചെയ്ത ശേഷം ചിക്കൻ എടുത്ത് വെക്കണം കേട്ടോ. എന്നിട്ട് മാത്രമേ നമ്മളിത് ഉണ്ടാക്കാൻ പാടുള്ളൂ. അപ്പോഴാണ് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ എന്തായാലും ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. ഇനി ഇത് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ കയ്യിലുള്ളവർ ബട്ടർ തന്നെ ചേർത്ത് കൊടുത്തിട്ട് ഉണ്ടാക്കണം കേട്ടോ. ഈ ഒരു റെസിപ്പി ബട്ടറിൽ ചിക്കൻ നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ബട്ടർ ഇല്ലാത്തവർ സൺഫ്ലവർ ഓയിലും ഉപയോഗിക്കുക. അപ്പോൾ നമ്മളിത് ഒരുപാട് എണ്ണ ഒഴിച്ചിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്ന റെസിപ്പി അല്ല. ഇതുപോലെ കുറച്ച് മാത്രം ബട്ടറോ ഓയിലോ ഒഴിച്ച് കൊടുത്തിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ളൊരു പാനാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ മുഴുവനായിട്ടും ഇതിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഫില്ല് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ഉണ്ടാക്കിയെടുക്കുന്നതിനേക്കാട്ടിലൊക്കെ കാസ്റ്റ് അയണിൻ്റെയൊക്കെ ചട്ടി ഉണ്ടാവില്ലേ, പരന്ന ടൈപ്പ് ചട്ടി, അതിൽ വെച്ചിട്ട് തവ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ ചെയ്തെടുക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ പുതുതായിട്ട് കാണുന്ന നമ്മുടെ കൂട്ടുകാർ ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കാൻ മറക്കല്ലേ കേട്ടോ. ലൈക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ ഹൈപ്പ് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഞാനിതാ ചിക്കൻ പീസസ് മുഴുവനായിട്ട് വെച്ച് കൊടുത്ത ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടാനും വേണ്ടിയിട്ടാണ് മൂടി വെച്ചിട്ടുള്ളത്. മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 5-6 മിനിറ്റ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് മൂടി തുറന്ന് വെച്ചിട്ട് ഒന്നങ്ങ് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പം മൂടി വെച്ച സമയത്ത് ഇതിലേക്ക് കുറച്ച് വെള്ളം പോലെ ഇറങ്ങിയിട്ടുണ്ടാവും. മൂടി തുറന്ന് വെച്ചിട്ട് നമ്മൾ ഒന്ന് കുറച്ച് നേരം കൂടി ഒന്ന് വെക്കുന്ന സമയത്ത് അതിൽ വെള്ളമൊക്കെ വറ്റിയിട്ട് ചിക്കൻ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടും. ഇതിപ്പോൾ ഒരു സൈഡ് ആയപ്പോൾ ഞാനിത് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് തിരിച്ചിട്ട് കൊടുത്ത സമയത്ത് ഇവിടെ ആയിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഫ്ലെയിം ഒരിക്കലും കൂട്ടി വെച്ച് ഫ്രൈ ചെയ്തെടുക്കരുത്. കാരണം നമ്മളിത് ഡീപ്പ് ഫ്രൈ അല്ലല്ലോ ചെയ്യുന്നത്, വളരെ കുറഞ്ഞ ഓയിൽ ഒഴിച്ചിട്ടാണല്ലോ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പിടിക്കാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. മസാലയൊക്കെ കരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഈ പാനിനെ ഫ്ലെയിം തട്ടുന്ന ഭാഗത്തേക്ക് നീക്കിയൊക്കെ വെച്ച് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ഫ്ലെയിം എത്തിച്ചിട്ട് ചിക്കൻ ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ തിരിച്ച് വെച്ചിട്ട് ഞാൻ വീണ്ടും ഒന്നത് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതവിടെ ഇരിക്കട്ടെ. അതിലേക്കായൊരു സോസ് നമുക്ക് തയ്യാറാക്കി എടുക്കാനുണ്ട്. അതിനായിട്ടൊരു മിക്സഡ് ജാറിലേക്ക് 3 മുട്ട പുഴുങ്ങിയിട്ട് അതിൻ്റെ വെള്ള മാത്രം എടുത്തിട്ടുണ്ട്. അതിൻ്റെ മഞ്ഞക്കറി നമുക്ക് ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം സോസ് വേണം അതിനനുസരിച്ച് വേണം നമ്മൾ മുട്ടയുടെ അളവൊക്കെ എടുക്കാനായിട്ട്.
ഇതിലേക്ക് ഒരു 10-12 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ അല്ലി ആയതുകൊണ്ടാണ് വെളുത്തുള്ളി അത്രയും ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വലിയ അല്ലിയാണെങ്കിൽ നോക്കി മാത്രം ചേർക്കുക. ഒരു 1/3 കപ്പ് ഞാൻ ഇതിലേക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 ചീസ് സ്ലൈസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂണോളം പഞ്ചസാരയും അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോ ഓൺ ചെയ്യാൻ മറന്നുപോയി കേട്ടോ ഞാൻ ആ സമയത്ത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തുകൊണ്ട് വരിക. അപ്പം നമുക്ക് നമ്മുടെ സോസ് കുറച്ച് ലൂസായിട്ടായിട്ടുണ്ടാവുക. അതിലേക്ക് വീണ്ടും ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരിക. അപ്പോൾ ഇനി നമ്മുടെ സോസ് റെഡിയായി. ഇനി അതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ സോസ് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇത് സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ മുകളിലേക്ക് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കുക. അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇത് ഈ സോസൊക്കെ അതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതിങ്ങനെ ഇരിക്കുന്നത് കാണാൻ തന്നെ നല്ല മൊഞ്ചുണ്ട്. കഴിക്കാനാണെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായിട്ട് ഇതിങ്ങനെ ഈ റീലുകൾ ഇങ്ങനെ കാണുമ്പോൾ ഇൻസ്റ്റയിൽ ഇങ്ങനെ ഈ റീലുകൾ ഇങ്ങനെ കാണുമ്പോൾ കുറേ ദിവസമായിട്ട് ട്രൈ ചെയ്ത് നോക്കണം എന്നിങ്ങനെ വിചാരിച്ചിരുന്നൊരു റെസിപ്പി ആയിരുന്നു. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി, അടിപൊളിയാണ്. നിങ്ങൾക്കും ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല കാണാനൊക്കെ നല്ല മൊഞ്ചായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ആ പാനിൽ തന്നെ വെച്ചിട്ട് ചെയ്തു. സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കുക. വീഡിയോയിൽ കാണാനുള്ള ഒരു ഭംഗിക്കും ഫോട്ടോ എടുക്കുമ്പോഴുള്ള ഭംഗിക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ മല്ലിയില വെച്ച് കൊടുക്കുന്നത്. ഇതിലേക്ക് വെക്കണം എന്നുള്ള ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഐറ്റം തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പി തന്നെയാണ്. എന്തിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിലും അടിപൊളിയാണ്. ചപ്പാത്തിയുടെ കൂടെയോ നാനിൻ്റെ കൂടെ അതുപോലെ മന്തി റൈസിൻ്റെ കൂടെ ഒക്കെ എന്തിൻ്റെ കൂടെ ആണെങ്കിൽ പോലും, ജസ്റ്റ് പൊറോട്ടയുടെ കൂടെ ആണെങ്കിൽ പോലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നി ഈ സോസും ഈ ചിക്കനും കൂടി ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടായിരിക്കും എന്ന് ഒന്ന് ചെയ്ത് നോക്കിയാലോ എന്ന് തോന്നി. അങ്ങനെ ഞാൻ ആ ബാക്കി ഉണ്ടായിരുന്ന സോസ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്തിട്ട് ജസ്റ്റ് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തു കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുമ്പോൾ ഈ കാണാനുള്ള ആ ഭംഗി അങ്ങോട്ട് പോകും കേട്ടോ. ഇതിൻ്റെ കളറ് ചേഞ്ച് ആവും. കാരണം ഈ സോസും മസാലയും കൂടി മിക്സാക്കി എടുക്കുന്ന സമയത്ത് ഇതിന് വേറൊരു കളറ് വരും. അപ്പോൾ കാണാനൊരു ഭംഗിക്കുറവുണ്ടായിരിക്കും, നേരത്തെ കാണുന്നതിനേക്കാട്ടിലൊരു ഭംഗിക്കുറവുണ്ടായിരിക്കും. പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടോ. ഈ രീതിയിൽ ഒന്ന് ആക്കി നോക്കാൻ താല്പര്യമുള്ളവർക്ക് ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഈ സോസ് ഈ ചിക്കനിലൊക്കെ പൊതിഞ്ഞ് പിടിച്ചതിങ്ങനെ ഇരിക്കുന്നത് കാണാനും കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്ത് നോക്ക് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ റെസിപ്പി നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി വേണേ. ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി. എന്നാൽ ശരി, സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. ബൈ.